നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ആവശ്യമില്ലാതെ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടണ്ട. അമ്മ ധൈര്യമായിട്ടിരിക്കേ. നമ്മൾ കണ്ട കുറെ സ്വപ്നങ്ങളില്ലേ അമ്മേ, അത് സാധിച്ചെടുക്കാന് ഞാൻ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ. അത് നടക്കും, ഞാൻ നടത്തും. അല്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാമേ? പിന്നൊരു സംഭവം ഉണ്ടായ മമ്മ. ശ്രുതിമോൾ എന്നെ പപ്പാന്ന് വിളിച്ചു. ആ വിളി കേട്ടപ്പോ ഞാൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞാ മമ്മയ്ക്ക് മനസ്സിലാവില്ല. എല്ലാം എനിക്ക് മനസ്സിലാവും. നീ തന്നെയല്ലേ എല്ലാം നശിപ്പിച്ചത്. കുറച്ചുകൂടി സന്മനസ് കാണിച്ചിരുന്നെങ്കിൽ നിന്റെ വീട്ടില് നിന്റെ കുഞ്ഞായിട്ട് വളരേണ്ടവളായിരുന്നില്ലേ അവള്? ശരിയാ, തെറ്റെന്റെ ഭാഗത്താ. ഞാൻ കുറച്ചുകൂടി സീരിയസ് ആവണമായിരുന്നു, ബുദ്ധിപൂർവം പ്രവർത്തിക്കണമായിരുന്നു. ചെയ്തില്ല. ഇപ്പോഴും സമയമൊന്നും വൈകിട്ടില്ല. നീയൊന്ന് മനസ്സ് വെച്ചാ ശ്രുതിമോളെ നിനക്ക് തന്നെ കിട്ടും. വേണ്ട അമ്മ, അത് വേണ്ട. എനിക്ക് ഡോക്ടർ നിരഞ്ജനെ വിഷമിപ്പിക്കാൻ വയ്യ. അയാളൊരു നല്ല ആളാവമ്മ. അയാളുടെ മുമ്പിൽ ഞാനെന്നും ഒന്നുമല്ല. അക്ഷരയുടെ അമ്മ ചെയ്ത സുഹൃതം. അതുകൊണ്ടാ നിരഞ്ജനെ പോലെ ഒരാളെ അക്ഷരയ്ക്ക് ഭർത്താവായി കിട്ടിയത്. അവന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിനക്കൊരിക്കലും ശ്രുതിമോളെ കാണാൻ പറ്റില്ലായിരുന്നു. അതും ശരിയാ. പപ്പ നല്ല വിളിയല്ലേ അമ്മ? നിരഞ്ജനെ അവള് അച്ഛാന്ന് വിളിക്കുന്നേ. അതങ്ങനെ തന്നെയാ വേണ്ടത്. ഞാൻ അവളുടെ ആരാണെന്ന് അവൾ ചോദിച്ചു. വ്യക്തമായൊരു മറുപടി ഞാൻ പറഞ്ഞില്ല. എന്തിനാ വെറുതെ കുഞ്ഞിന്റെ മനസ്സില്? എന്തെങ്കിലുമൊക്കെ അറിയുമായിരിക്കും. ഞാനായിട്ടൊന്നും പറയുന്നില്ല. മമ്മയും പറയരുത്. നിരഞ്ജന്റെയും അക്ഷരയുടെയും മകളായിട്ട് തന്നെ അവള് വളരണം. അതിനിടയിൽ ഒരു ശല്യം പോലെ ഞാൻ വേണ്ട, അതുണ്ടാവാൻ പാടില്ല. നീ എങ്ങനെയാ മോനെ ശല്യാവുന്നേ? നിഷേധിച്ചാ ഇല്ലാതാവുന്നതാണോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അമ്മ, ഈ രക്തബന്ധം എന്ന് പറയുന്നത് അതൊരു വലിയ സത്യം തന്നെയാ. ഞാനിപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും വലുതാ കർമ്മബന്ധം. കർമ്മബന്ധമില്ലെങ്കിൽ രക്തബന്ധമൊക്കെ വെറുതെയാ. രക്തബന്ധമില്ലെങ്കിലും കർമ്മബന്ധം നിലനിൽക്കുകയും ചെയ്യും. നിരഞ്ജൻ കർമ്മബന്ധത്തിന്റെ ആളാമേ. ഞാനെന്ന രക്തബന്ധത്തെക്കാളും എന്തുകൊണ്ടും മുകളിലാ നിരഞ്ജൻ. എന്റെ മോക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലൊരു അച്ഛൻ അവക്ക് കിട്ടിയത്. അങ്ങനെ കല്യാണ കാര്യത്തിന് ഒരു തീരുമാനമായി. ഇനിയിപ്പോ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ നിത്യേ. ശരത്ത ആള്, അവൻ എങ്ങനെയൊക്കെ ചിന്തിക്കും പ്രവർത്തിക്കുന്നെന്നും പറയാൻ പറ്റില്ല. ആദ്യം അവന്റെ നീക്കം അറിയണം, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. അത്ര എളുപ്പം അച്ഛനുണ്ടാക്കിയ പൂട്ട് പൊളിക്കാൻ ആ ശരത്തിന് പറ്റുമെടുത്തേ. ആസ്തി ബാധ്യതകൾ അറിയണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് പറയുന്നതോടുകൂടി ആ ശരത്തിന്റെ എല്ലാ കളിയും തീരില്ലേ?